വിനോദസഞ്ചാര മേഖലയായ വർക്കല പാപനാശം ബീച്ചിലെ ഹൈമാസ്റ്റ് ലൈറ്റ് മിഴിപൂട്ടിയിട്ട് മാസങ്ങളായി. രാത്രികാലമായാൽ തീരം മുഴുവൻ ഇരുളിലാണ്. ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ദിനം പ്രതി ഈ തീരത്തേക്ക് എത്തുന്നത്. തൊട്ടടുത്ത കടകളിലെ ലൈറ്റുകളുടെ വെളിച്ചം മാത്രമാണ് വിനോദസഞ്ചാരികൾക്ക് ഏകാശ്രയം. തീരം ഇരുളിലാകുന്നത് മദ്യപാനികൾക്കും സാമൂഹ്യ വിരുദ്ധർക്കും തുണയാകുന്നു. പുലർച്ചെ 4 മണി മുതൽ തീരത്ത് ബലിതർപ്പണ ചടങ്ങുകൾക്ക് തുടക്കമാകും. ബലിതർപ്പണത്തിന് എത്തുന്നവർക്കും കർമ്മികൾക്കുമൊക്കെ ഇരുട്ടിൽ തപ്പേണ്ട അവസ്ഥ. ഹൈമാറ്റ് ലൈറ്റ് അണഞ്ഞു കിടന്നിട്ട് മാസങ്ങളോളമായി. ഞങ്ങൾ പരാതി കൊടുത്തിട്ട് ഇതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ ഇവിടുത്തെ MLAക്കോ ഇവിടുത്തെ ചെയർമാനോ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ചോദിക്കുമ്പോൾ ശരിയാക്കാമെന്നല്ല പറയുന്നത്. ഇവിടെ ആ പാവനാശ തീരത്ത് ഇപ്പം വിദേശികൾ അല്ലാതെ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് തീർത്ഥാടകർ വരുന്നുണ്ട്. അവർക്കൊന്നും ഇരിക്കാനുള്ള സ്ഥലം പോലും ഇല്ലാതെ അവിടെ കടലിൻ്റെ വെള്ളത്തിലിരിക്കേണ്ട ഒരു ഗതികേടാണ്. ആ സമീപത്തുള്ള കടകളുടെ വെട്ടമാണ് ഇപ്പോൾ ആ കൂടെയുള്ള സഞ്ചാരികൾക്കുള്ള ഒരു ആശ്രയം. പിന്നെ അത് കൂടാതെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ അവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലമില്ല. കാരണം ഒരു പല സ്ഥലങ്ങളും നമുക്ക് കണ്ടിട്ടുണ്ട്. നമ്മൾ ഇരിക്കാനായിട്ടൊരു ബെഞ്ചുകളൊക്കെ കോൺക്രീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് അവിടെ നിന്ന് അങ്ങനെ ഒരു സംഭവം വേറെ പാവനാശത്തില്ല. വരുന്ന ആൾക്കാർ ആ പടിയിൽ തുണി വിരിച്ചൊക്കെ ഇരിക്കുന്ന ആ അവസ്ഥയാണ്. അപ്പോൾ അത് വളരെ ശോചനീയാവസ്ഥയാണ്. അതിന് ഒരു പരിഹാരം കണ്ടെത്തുന്നതാണ് സമീപവാസികളുടെ നിലയിൽ പറയേണ്ടതും ഒരു പൊതുപ്രവർത്തന നിലയിൽ പറയേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒരു നിരീക്ഷണ ക്യാമറ ഇല്ല മാത്രമല്ല അവിടെ ആ ലൈറ്റ് വെട്ടത്തിലാണ് മൊത്തം സ്ത്രീകൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ സർക്കാർ വന്നിരുന്നത്. അപ്പോൾ ആ വെട്ടം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് വന്നിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബീച്ചിലൊന്നാണ് വർക്കല പാവനാശം. ടൂറിസം മേഖലയിൽ ഒന്നാമത് ഇടം പിടിച്ചിരിക്കുന്ന സ്ഥലമാണ് വർക്കല ടൂറിസത്തിൽ. അങ്ങനെ ഒരു സ്ഥലത്താണ് കഴിഞ്ഞ 1 വർഷത്തിൽ കൂടുതലായി അവിടെ പാവനാശ തീരത്തൊരു ഹൈമാസ്റ്റ് ലൈറ്റുണ്ട്. അത് പ്രവർത്തനരഹിതമായിട്ട് 1 വർഷത്തിലധികമായി. ഇന്ന് വരെയും ആ ലൈറ്റിനെ ശരിയാക്കാനോ പുനർ സംവിധാനം ഏർപ്പെടുത്താനോ മുനിസിപ്പാലിറ്റിയോ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റോ തയ്യാറായിട്ടില്ല. അവിടെ ദൈനംദിനം വന്നു പോകുന്ന ആൾക്കാരുടെ എണ്ണം നിങ്ങൾ പോയി നോക്കിയാൽ തന്നെ അറിയാവുന്നതാണ്. 6 മണി കഴിഞ്ഞാൽ അവിടെ മൊത്തം ഇരുട്ടാണ്. തൊട്ടടുത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ വെളിച്ചത്തിലാണ് മറ്റുള്ളവർ അവിടെ സഞ്ചരിക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങൾ ഒരു 11 മണിയോടുകൂടി അടയ്ക്കപ്പെടുകയാണ്. പിന്നെ കുഞ്ഞി ഇരുട്ടാണ്. ആ ഇരുട്ടിൽ എങ്ങനെയാണ് ആൾക്കാർ പോകുന്നത്? തെരുവുനായ്ക്കളുടെ ശല്യവും രൂക്ഷം. നഗരസഭയും ടൂറിസം വകുപ്പും ഇതൊന്നും കണ്ടമട്ടില്ല.